കവളങ്ങാട് ജനവാസ കേന്ദ്രത്തിൽ വീടുകൾക്ക് നേരെ കല്ലേറ്. രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധർ വീടുകളിലേക്ക് കല്ലുകൾ എറിയുന്നതായി 1-ാം വാർഡിലെ നിവാസികൾ പരാതിപ്പെട്ടു. കല്ലേറിൽ പലരുടെയും വീടുകൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. സംഭവം സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയതായും നാട്ടുകാർ വ്യക്തമാക്കി. കവളങ്ങാട് പഞ്ചായത്തിന്റെ 3-ാം വാർഡിൽപ്പെടുന്ന ജനവാസ മേഖലയിലാണ് സംഭവം. രാത്രിയാകുന്നതോടെ വീടുകൾക്ക് നേരെ അജ്ഞാതർ കല്ലെറിയുന്നതായാണ് പരാതി. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രാത്രി 7 മണിക്കും പുലർച്ചെ 1 മണിക്കുമിടയിൽ ഇവിടെയുള്ള വീടുകൾക്ക് മുകളിലേക്ക് കല്ലുകൾ വന്നു പതിക്കുകയാണ്. ശബ്ദം കേട്ട് ഭയന്ന് വീട്ടുകാർ പുറത്തിറങ്ങി അന്വേഷിക്കുമ്പോഴേക്കും മറ്റു വീടുകൾക്ക് നേരെയും കല്ലേറ് ഉണ്ടാകുന്നതായാണ് അറിയാനായത്. 100ഓളം കുടുംബക്കാർ ഒരുമിച്ച് താമസിക്കുന്ന മേഖലയാണ് ഇത്. അടുത്തടുത്തായാണ് എല്ലാ വീടുകളും സ്ഥിതി ചെയ്യുന്നത്. എന്നിരുന്നിട്ടും കല്ലെറിയുന്നവരെ കണ്ടെത്താനായിട്ടില്ല എന്നതാണ് വൈരുദ്ധ്യം. കല്ലേറിൽ പല വീടുകളുടെയും മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്ന ഷീറ്റുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളതായും കാണാനായി. പൂക്കുന്നേൽ വീട്ടിൽ ഗ്രേസി വർക്കി, കിഴക്കേപുരയ്ക്കൽ രാജു PK എന്നിവരുടെ വീടുകൾക്ക് നേരെ കല്ലേറുണ്ടായി. ഇതേക്കുറിച്ച് ഇവർ ഇങ്ങനെ പ്രതികരിച്ചു. 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പെരയുടെ ചുറ്റും നടന്ന് കല്ലേറാണ്. ആരാ എന്നാന്നറിയാൻ പാടില്ല. 8-10 പിള്ളേര് നടന്ന് നോക്കണുണ്ട് ടോർച്ചായിട്ട്. കുറെ പിള്ളേരുണ്ട്. അപ്പൊ ഇവരെല്ലായിടത്തോടും നടന്ന് ഈ ഭാഗത്ത് വന്നു നിന്ന് ഞങ്ങളുടെ ഇവിടെ വർത്താനം പറഞ്ഞിരിക്കുമ്പോഴത്തേനും പുറവശത്തുനിന്ന് എറിയും. പുറവശത്തുനിന്ന് എറിയുമ്പോഴത്തേനും അവരങ്ങോട്ട് ഓടുമ്പോഴത്തേനും മുൻവശത്തുനിന്ന് എറിയും. ഈ വീടിന് തന്നെയല്ല, ഇവരുടെ വീട് സുധീഷിന്റെ വീട്, സുധീഷിന്റെ വീട്, പിന്നെ ഒരു ദിവസം സജീവന്റെ വീട്ടിൽ എറിഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ താഴേക്കാണ് ഏറ്. ഒരു 7-7:30 ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഇവിടുന്ന് കിഴക്ക് സൈഡിൽ നിന്ന് കല്ലേറ് വരും. ആ കല്ലേറ് വന്നു കഴിയുമ്പോഴത്തേനും ഈ പിള്ളേർക്കോ അല്ലെങ്കിൽ സ്ത്രീകൾക്കോ ആർക്കും പുറത്തിറക്കാൻ പറ്റില്ല. ഈ വലിയ ആദ്യകാലം ഈ ഓടിന്റെ കഷ്ണം വെച്ചായിരുന്നു എറിഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ അത് ഈ മിറ്റലും അതുപോലെ കരിങ്കല്ലിന്റെ വലിയ ചീളുകളൊക്കെ വെച്ച് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഞങ്ങള് നോക്കിയിട്ട് പിള്ളേരൊക്കെ ഇതിലൊക്കെ ആയത് ഓടിപ്പഞ്ഞ് നടക്കണ്ട. പക്ഷെ ഈ വ്യക്തിനെ ഇത്തരം കാണാൻ നമുക്ക് പറ്റിയിട്ടുള്ളത്. സംഭവം സംബന്ധിച്ച് ഊന്നുകൽ പോലീസിൽ പരാതി നൽകുകയും പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു. എന്നാൽ കുറ്റകൃത്യം നടത്തുന്നവരെ സംബന്ധിച്ച് സൂചനകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.